കുട്ടികളും വളരെ സങ്കടപ്പെട്ടു. മുത്തശ്ശനെ ആശ്വസിപ്പിച്ചു. ഒരു കൊച്ചുമകൻ വീണ്ടും കളപ്പുരയിലേക്ക് മാറി. എന്തുകൊണ്ടാണ് വീണ്ടും അവിടെ പോകുന്നതെന്ന് ജോ ചോദിച്ചു. തന്നെ അനുഗമിക്കരുതെന്നും നിശബ്ദരായിരിക്കണമെന്നും കൊച്ചുകുട്ടി മറ്റുള്ളവരോട് അഭ്യർത്ഥിച്ചു. മറ്റുള്ളവർ അല്പം ആശ്ചര്യപ്പെട്ടെങ്കിലും അവർ അപ്പോഴും അവൻ പറഞ്ഞത് പിന്തുടർന്നു. കൊച്ചുകുട്ടി കളപ്പുരയിൽ പോയി നിശബ്ദനായി ഇരുന്നു. മറ്റു കുട്ടികൾ അവന്റെ അടുത്തെത്തി. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. കൊച്ചുകുട്ടി അവരോട് ശബ്ദമുണ്ടാക്കരുതെന്ന് ആവശ്യപ്പെട്ടു. ഏകദേശം 15 മിനിറ്റോളം അവിടെ ഇരുന്ന ശേഷം മുത്തശ്ശന്റെ അടുത്തേക്ക് ഓടി. അതെ, അദ്ദേഹം വാച്ച് വാങ്ങി സന്തോഷത്തോടെ ജോയ്ക്ക് നൽകി. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അത് എങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് ചോദിച്ചു. കൊച്ചുകുട്ടി മറുപടി പറഞ്ഞു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ അവിടെ ഇരുന്നു. കളപ്പുര വളരെ നിശബ്ദമായിരുന്നു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം